അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഈ ലൈൻ ഇട്ട് വച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് ലൈൻ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു 2-3 ഇട്ട് വെച്ചതാണ്. 3 നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ സ്റ്റിച്ചിൻ്റെ പേര് സിംഗിൾ വേവ് എന്നാണ് കേട്ടോ. സിംഗിൾ വേവ്, അതായത് ഇപ്പം നമ്മൾ നേരത്തെ തുന്നിയ റണ്ണിങ് വിത്ത് വേവ് ഉണ്ടല്ലോ, അത് നമ്മൾ റണ്ണിങ്ങിൽ അടുപ്പിച്ചടുപ്പിച്ച്, അതായത് നമ്മളൊട്ടും അതിന് ലൂസ് കൊടുത്തിട്ടില്ല ആ നൂലിന്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഓരോ റണ്ണിങ്ങിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുമ്പോഴും നൂല് നല്ല ലൂസായിട്ട് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ അതിനൊരു പ്രത്യേക ഷേപ്പ് വരും. അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്ന സിംഗിൾ വേവ്. ഓക്കെ, ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് വെച്ചേക്കുന്ന ചെറിയ ഫ്രെയിം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇനി അങ്ങോട്ടേക്ക് തുന്നുന്നതിനൊക്കെ നമുക്ക് ചെറിയ ആ ഫ്രെയിം ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, ക്ലിയർ കിട്ടും. നമ്മൾ തുന്നാൻ പോകുന്ന ഭാഗം നടുവിലായിട്ട് വയ്ക്കുക കേട്ടോ. പിന്നെ ഈ മുകളിൽ വയ്ക്കുന്ന ഫ്രെയിം അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ആ പച്ച കളറ് അല്ലെങ്കിൽ പിടിയുള്ള ഭാഗമാണ് മുകളിൽ വരേണ്ടത്. എന്നിട്ട് അത് നമ്മൾ വെച്ചതിന് ശേഷം നന്നായി അമർത്തി കൊടുത്തതിന് ശേഷം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തുണി നന്നായിട്ടിങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് തുണി കയ്യിൽ കിട്ടും. അങ്ങനെ കിട്ടുന്ന തുണിയിൽ നമ്മൾ തുന്നുമ്പോൾ എപ്പോഴും നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഫ്രെയിം വയ്ക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിടിയുള്ള ഭാഗമല്ലേ, അത് നമ്മൾ ആദ്യം അമർത്തിയതിന് ശേഷം മറ്റേ ഭാഗം അമർത്താൻ നോക്കുക താഴേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ താഴെയുള്ള ഭാഗം അമർത്തിയതിന് ശേഷം പിടിയുള്ള ഭാഗം അമർത്താൻ നോക്കുമ്പോൾ ചിലപ്പോൾ നൂലിൻ്റെ മേലിലാണെങ്കിൽ ആ നൂലൊക്കെ അതുമ്പോൾ പിടിച്ച് നമ്മൾ തുന്നി വെച്ചത് കൊള്ളൂലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പിടിയുള്ള ഭാഗം ആദ്യം അമർത്തുക, അതിന് ശേഷം വേണം മറ്റേ ഭാഗം അമർത്താൻ, ഫുള്ളായിട്ട് അമർത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിനി റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങുകയാണ്. റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് ഫുള്ളാക്കി ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രെയിം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഫ്രെയിം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഫ്രെയിം ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തോളൂ. റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. നമ്മൾ വേവ് ചെയ്യാൻ പോവുകയാണ്. വേവ് ചെയ്യാൻ പോകുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി തൊട്ട് ആ തുടങ്ങുന്ന സ്റ്റിച്ച് മാത്രം കാണിച്ച് തരത്തുള്ളൂ, ഫുള്ളായിട്ട് ചെയ്യില്ല കേട്ടോ. ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്ത് എനിക്ക് കാണിച്ചു തരണം. ആ ഒരു ലൈൻ ഫുള്ളായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് സ്റ്റിച്ച് മാത്രം കാണിച്ചു തരേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്യണമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത്രയും സ്റ്റിച്ചുകൾ ഫുള്ളായിട്ട് ചെയ്ത് കാണിച്ചത്. ഇനി അങ്ങോട്ടേക്ക് പകുതി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, അതായത് സ്റ്റിച്ച് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാട്ടിത്തന്നത് മാത്രം. അപ്പോൾ നമ്മൾ സിംഗിൾ വേവിൻ്റെ ഇതെടുക്കുക. അത് സാധാരണ പോലെ തന്നെ റണ്ണിങ്ങിൻ്റെ അറ്റത്തുനിന്ന് തുടങ്ങുക. എന്നിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റണ്ണിങ് സ്റ്റിച്ചിൻ്റെ കളർ തന്നെ ആവരുത് വേവിന് എടുക്കേണ്ടത് കേട്ടോ. നമ്മളെപ്പോഴും കളറ് വ്യത്യസ്തമായിരിക്കണം. ഓക്കെ, റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റിൻ്റെ മേലേക്ക് എടുത്തു, താഴത്ത് സെക്കൻഡിൽ താഴേക്ക് എടുത്തു. പക്ഷേ അത് നമ്മൾ ഫുള്ളായിട്ട് വലിച്ചില്ല, കണ്ടോ, നൂല് ലൂസായിട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു റാ ഷേപ്പിൽ അതവിടെ ഇരുന്നു. അതുപോലെ തന്നെ തേർഡിൽ നിന്ന് മുകളിലേക്ക് വലിക്കുമ്പോഴും നമ്മൾ ലൂസ് ചെയ്തു, അത് റാ പോലെ അവിടെ ഇരിക്കണം. നമ്മൾ ഫസ്റ്റത്തേൽ ശരിക്കും ടൈറ്റ് ചെയ്താണ് വലിച്ചുകൊണ്ടിരുന്നത്, നൂല് ലൂസാക്കി കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നൂല് ലൂസായിട്ട് കൊടുക്കണം, എന്നിട്ട് റാ പോലെ അതാക്കണം. കണ്ടോ, പക്ഷെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മറ്റേ
റാ എന്ന് കാണിക്കുന്ന ആ ഒരു ഇതിന് വലിപ്പ വ്യത്യാസങ്ങളുണ്ടാവാൻ പാടില്ല. അതെല്ലാം സെയിം ആയിരിക്കണം. എങ്കിലാണ് ആ വേവിന് ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളിത് നോക്കൂ, ഒന്നും കൂടി ശ്രദ്ധിക്കൂ. ലൂസായിട്ട്, അതായത് നമ്മൾ ഒരുപാട് വലിക്കാൻ പാടില്ല. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലുള്ളതും കൂടി നമ്മളുടെ ഇതിൽ നിന്ന് വലിച്ചു പോരും. അപ്പോൾ നമ്മളെപ്പോഴും അത് ലൂസായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതേപോലെ ഒരേ വലിപ്പത്തിൽ എല്ലാം ചെയ്യാൻ നോക്കാം. വേണമെങ്കിൽ ആ നമ്മൾ ആദ്യം ചെയ്തേക്കണതിൻ്റെ അവിടേക്കൊന്ന് പിടിച്ചിട്ട് രണ്ടാമത്തേൽ കുത്തി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. അപ്പോൾ കണ്ടോ, വലിക്കുമ്പോൾ അതെങ്ങനെ മേളിലേക്ക് കയറിപ്പോകും. ഇതേപോലെ ഒരേ വലിപ്പത്തിൽ എല്ലാം ചെയ്യാൻ നോക്കാം. വേണമെങ്കിൽ ആ നമ്മൾ ആദ്യം ചെയ്തേക്കണതിൻ്റെ അവിടേക്കൊന്ന് പിടിച്ചിട്ട് രണ്ടാമത്തേൽ കുത്തി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. അപ്പോൾ കണ്ടോ, വലിക്കുമ്പോൾ അതെങ്ങനെ മേളിലേക്ക് കയറിപ്പോകും. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് പിടിച്ചിട്ട് താഴേക്ക് കുറച്ച് അല്പം വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് സിംഗിൾ വേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചെയ്തു. ഇനി അത് നമ്മൾ കെട്ടിടുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ആ പിടിമയൊക്കെ ചിലപ്പോൾ നൂല് കുടുങ്ങാൻ സാധ്യതയുണ്ട്. അതൊക്കെ നന്നായിട്ട് നോക്കി വേണം ചെയ്യാൻ കേട്ടോ. നമുക്ക് ലാസ്റ്റത്തേന് മുകളിലേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ മുകളിലായിരിക്കാം, ചിലർക്ക് മുകളിലായിരിക്കാം, ചിലർക്ക് താഴെ ആയിരിക്കാം. ഇങ്ങനെ വന്നാലും അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ സാധാരണ പോലെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ അത് കുത്തി താഴേക്ക് എടുക്കുക. താഴേക്ക് എടുത്ത് കഴിഞ്ഞ് നമ്മൾ കെട്ടിടാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലാസ്റ്റ് നമ്മൾ വന്നേക്കുന്ന വേവും റണ്ണിങ് സ്റ്റിച്ചും കൂടി അമർത്തി പിടിച്ചിട്ട് വേണം നമ്മൾ കെട്ടിടാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആ നൂല് കൂടി വലിഞ്ഞ് ഇങ്ങോട്ടേക്ക് പോരും. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ സ്റ്റിച്ചിൻ്റെ അവിടെ നൂലുണ്ടാവില്ല. കണ്ടോ, അപ്പോൾ ഞാനവിടെ അമർത്തി പിടിച്ച് ചെയ്തത് കൊണ്ട് ആ നൂല് അതങ്ങനെ തന്നെ അവിടെ നിന്നു. മനസ്സിലായോ? ഇല്ലായിരുന്നെങ്കിലോ, നമ്മൾ നോക്കാതെ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ലൂസ് ചെയ്തിട്ടേക്കുന്ന നൂല് ഫുള്ളായിട്ട് അങ്ങോട്ട് പോരും. അപ്പോൾ സ്റ്റിച്ച് വേറെ രീതിയാവും. മനസ്സിലായോ? ഇപ്പോൾ കണ്ടോ, വേവ് നോക്കൂ, എല്ലാം ഒരേ ലെവലിൽ ഒരേപോലെ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് ചെയ്ത വേവ് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. പക്ഷേ നൂല് ലൂസാക്കി കൊടുത്ത് റാ ഷേപ്പിൽ താഴെ മുകളിലും വരണം. ഒരേ ലെവലിൽ ഒരേ ഇതിൽ തന്നെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട 2 സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്. നിങ്ങളപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് 2 വര കൂടി ചെയ്ത് വച്ചേക്കും ഓൾറെഡി. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. 2 ലൈൻ കൂടി എല്ലാവരും റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് കാണിക്കണേ. ഓക്കെ, താങ്ക് യു.